ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ഇടനാഴിയായ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്നുണ്ടായ തടസ്സങ്ങൾ ഇങ്ങ് ഇന്ത്യയിലെ അടുക്കളകളെ വരെ ഉലച്ചിരിക്കുന്നു. ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നു, സിലിണ്ടർ റീഫിൽ ചെയ്യാനാകാതെ വീടുകളിൽ ബുദ്ധിമുട്ട് തുടങ്ങിയ ഒട്ടേറെ അനുബന്ധ മേഖലകളെ കൂടി ബാധിക്കുന്ന ഗുരുതര പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരുന്നത്. വിപണിയിൽ പെട്രോളും ഡീസലും സുലഭമായി ലഭിക്കുമ്പോഴും പാചകവാതകത്തിന് മാത്രം വലിയ വിലക്കയറ്റവും ക്ഷാമവും അനുഭവപ്പെടുന്നു എന്നത് ശ്രദ്ധിച്ചിരുന്നു. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് അടച്ചപ്പോൾ എന്തുകൊണ്ടാണ് LPG അത് ആദ്യം ബാധിച്ചത്? അതിന് ചില പ്രധാന കാരണങ്ങളുണ്ട്. നോക്കാം വിശദമായി. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. പേർഷ്യൻ ഗൾഫിനെയും അറബിക്കടലിനെയും ബന്ധിപ്പിക്കുന്ന 21 കിലോമീറ്റർ വീതിയുള്ള ഹോർമുസ് ജലപാതയിലൂടെയാണ് ലോകത്തിലെ 20% ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും കടന്നുപോകുന്നത്. US ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഭാഗികമായി അടച്ചിരുന്നു. മാർച്ച് മാസത്തിൽ ഇതുവരെ വെറും 77 കപ്പലുകൾ മാത്രമേ ഇതുവഴി കടന്നുപോയിട്ടുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹോർമുസിലെ നിയന്ത്രണം ഇന്ത്യൻ ഊർജ്ജ വിപണിയെ നേരിട്ട് തന്നെ ബാധിച്ചു. ഇന്ത്യക്ക് ആവശ്യമായ പാചകവാതകത്തിന്റെ 60% വരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ്. ഇതിൽ തന്നെ 90% വരുന്നത് സൗദി അറേബ്യ, ഖത്തർ, UAE, കുവൈത്ത് തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. ഈ കപ്പലുകളെല്ലാം ഹോർമുസ് കടലിടുക്ക് കടന്നു വേണം ഇന്ത്യയിലെത്താൻ. ഹോർമുസ് അടച്ചതോടെ ഇന്ത്യയിലെ LPG വിതരണം പ്രതിസന്ധിയിലായി. പെട്രോളും ഡീസലും നിർമ്മിക്കുന്നത് ക്രൂഡ് ഓയിൽ നിന്നാണ്. ഇന്ത്യ ഇപ്പോൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കായി റഷ്യ ഉൾപ്പെടെ 40ഓളം രാജ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. ഇതിൽ ഏകദേശം 70% ക്രൂഡ് ഓയിൽ ഇറക്കുമതിയും ഹോർമുസ് പാതയ്ക്ക് പുറത്തുകൂടിയാണ് നടക്കുന്നത്. എന്നാൽ LPGയുടെ കാര്യത്തിൽ ഇത്തരം ബദൽ മാർഗങ്ങൾ കുറവാണ്. ഇന്ത്യയിൽ ക്രൂഡ് ഓയിൽ മാസങ്ങളോളം ശേഖരിക്കാനുള്ള സ്ട്രാറ്റജിക് റിസർവ് സംവിധാനങ്ങളുണ്ട്. എന്നാൽ LPG സംഭരിക്കാനുള്ള ശേഷി വളരെ പരിമിതമാണ്. മംഗളൂരുവിലും വിശാഖപട്ടണത്തുമുള്ള LPG സംഭരണശാലകളിൽ 2 ദിവസത്തെ ഉപയോഗത്തിനുള്ള ഗ്യാസ് മാത്രമേ സംഭരിക്കാൻ കഴിയൂ. അതിനാൽ വിതരണ ശൃംഖലയിൽ ഒരു ചെറിയ തടസ്സം വന്നാൽ പോലും അത് ഉടൻ തന്നെ ഉപഭോക്താക്കളെ ബാധിക്കും. മാർച്ച് 7 മുതൽ ഗാർഹിക സിലിണ്ടറുകൾക്ക് 60 രൂപയും വാണിജ്യ സിലിണ്ടറുകൾക്ക് 115 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനിടയിലുള്ള കാലാവധി 21 ദിവസത്തിൽ നിന്നും 25 ദിവസമായി സർക്കാർ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെ ഇന്ത്യയുടെ 2 LPG കപ്പലുകൾക്ക് കടന്നു പോകാൻ ഇറാൻ അനുമതി നൽകിയത് വിതരണത്തിൽ ചെറിയ പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയുമായുള്ള ദീർഘകാല സൗഹൃദം പരിഗണിച്ചാണ് ഇറാൻ ഈ അപൂർവ ഇളവ് നൽകിയത്. ഇന്ത്യയുമായുള്ള സൗഹൃദം കണക്കിലെടുത്ത് നയതന്ത്ര ചർച്ചകൾക്ക് ശേഷമാണ് ഈ സുരക്ഷാപാത അനുവദിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ശിവാലിക്, നന്ദാദേവി എന്നീ ടാങ്കറുകൾക്കാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. ഖത്തറിലെ റാസ് ലഫാനിൽ നിന്ന് ഏകദേശം 55,000 ടൺ LPGയുമായി പുറപ്പെട്ട ശിവാലിക് വെള്ളിയാഴ്ച രാത്രിയോടെ കടലിടുക്ക് കടന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും തമ്മിൽ നടത്തിയ ചർച്ചകൾക്കും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടലുകൾക്കും ശേഷമാണ് ഈ തീരുമാനം ഉണ്ടായത്. ഇന്ത്യയുടെ കഷ്ടപ്പാട് ഞങ്ങളുടെയും കഷ്ടപ്പാടാണെന്നും ഇന്ത്യയെ സഹായിക്കാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നും ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ മുഹമ്മദ് ഫത്താലി പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് ഔദ്യോഗികമായി പൂർണ്ണമായും അടച്ചിട്ടില്ലെന്നും സുരക്ഷാ കാരണങ്ങളാൽ ഗതാഗതം പരിമിതപ്പെടുത്തിയതാണെന്നും ഇറാൻ വൃത്തങ്ങളും വ്യക്തമാക്കി. ഈ 2 ടാങ്കറുകളുടെ വരവോടെ വിതരണ ശൃംഖലയിലെ സമ്മർദ്ദം കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുടുങ്ങിക്കിടക്കുന്ന മറ്റ് 8 LPG ടാങ്കറുകൾക്ക് കൂടി അനുമതി വാങ്ങാൻ കേന്ദ്ര സർക്കാർ ഇറാനുമായി ചർച്ച തുടരുകയാണ്. കൂടാതെ ആഭ്യന്തര ഉൽപാദനം 25% വർദ്ധിപ്പിക്കാൻ എണ്ണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ വീടുകൾക്കും ആശുപത്രികൾക്കുമാണ് വിതരണത്തിൽ മുൻഗണന നൽകുന്നത്. ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും അവരുടെ ശരാശരി ആവശ്യത്തിന്റെ 20% മാത്രമേ ഇപ്പോൾ വിതരണം ചെയ്യുന്നുള്ളൂ. ഗൾഫ് രാജ്യങ്ങളെ മാത്രം ആശ്രയിക്കുന്നത് ഒഴിവാക്കി അമേരിക്ക, നോർവേ, കാനഡ, അൾജീരിയ എന്നിവിടങ്ങളിൽ നിന്ന് അടിയന്തരമായി LPG ഇറക്കുമതി ചെയ്യാനുള്ള കരാറുകളും ഒപ്പിട്ട് കഴിഞ്ഞു. അമേരിക്കയിൽ നിന്ന് വർഷം തോറും 22 ലക്ഷം ടൺ LPG എത്തിക്കാനുള്ള ദീർഘകാല കരാറും സജീവമാക്കി. ഗൾഫ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം വഴി കപ്പലുകൾക്ക് സുരക്ഷിത പാത ഒരുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എങ്കിലും അന്താരാഷ്ട്ര വിപണിയിലെ അനിശ്ചിതത്വം തുടരുകയാണ്. ഉപഭോക്താക്കൾ മിതമായി പാചകവാതകം ഉപയോഗിക്കാനും നിലവിലെ സ്ഥിതിയിൽ പരിഭ്രാന്തരായി കൂടുതൽ സിലിണ്ടറുകൾ ബുക്ക് ചെയ്യരുതെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനാവശ്യമായ ഗ്യാസ് ബുക്ക് ചെയ്യുന്നത് തടയാൻ നഗരപ്രദേശങ്ങളിൽ ബുക്കിംഗുകൾക്കിടയിൽ 25 ദിവസത്തെയും ഗ്രാമങ്ങളിൽ 45 ദിവസത്തെയും നിർബന്ധിത ഇടവേള ഏർപ്പെടുത്തിയിട്ടുണ്ട്.